ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ പഴയ ഹാർഡ് ഡിസ്കിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സോഫ്റ്റ്വെയറുകളും എല്ലാം പുതിയ SSDയിലേക്ക് ഒരു റീഇൻസ്റ്റാൾ ഇല്ലാതെ വെറും 5 മിനിറ്റ് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് അരവിന്ദ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലത്തെ കണ്ടന്റ് ഉപയോഗിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ ലാപ്ടോപ്പിൽ SSD ഹാർഡ് ഡിസ്കും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാർട്ടീഷൻ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടും കാണാം. അപ്പോൾ ഇത് OS റീഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതിലേക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഇൻസ്റ്റാളേഷൻ ഫയൽസ് എല്ലാം പുതിയ SSDയിലേക്ക് കോപ്പി ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിന് സാംസങ് തന്നെ ഒരു സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. നിങ്ങൾ സാംസങ് SSD അല്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. സാംസങ് മൈഗ്രേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് ഇതിന് പറയുന്നത്. സെർച്ച് ചെയ്യുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക, പേജിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുക. വലിയ സൈസൊന്നുമില്ല, പ്രിവ്യൂ ആണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡേറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്, ലോക്ക് അടിച്ച് കൊടുത്തോളൂ. കണ്ടോ, ഇപ്പം നമ്മുടെ പഴയ ഹാർഡ് ഡിസ്കും പുതിയ SSDയും രണ്ടും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിൽ ഏത് ഡ്രൈവിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാപ്പ് ചെയ്യുമ്പോൾ SSDയിൽ എത്ര സ്പേസ് ബാക്കിയാണോ എന്നുള്ള ഇത് കാണിക്കും. സ്റ്റാർട്ട് അടിക്കാം. ഇതിപ്പോൾ 20 സെക്കൻഡ് കൊണ്ട് ഫുള്ള് കോപ്പി ചെയ്യുമെന്നാണ് പറയുന്നത്. കോപ്പി ആയിട്ട് തന്നെ ഓഫ് ആയിക്കോളും. ഇത് കോപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. കോപ്പി ആയി കഴിഞ്ഞാൽ തന്നെ ഓഫാവും. പിന്നെ നമ്മൾ ഓൺ ആക്കുമ്പോൾ SSDയിലും ഹാർഡ് ഡിസ്കിലും രണ്ടിലും OS ഇൻസ്റ്റാളേഷൻ കാണും. നമുക്കിപ്പോൾ SSDയിലുള്ള ഇൻസ്റ്റാളേഷനിൽ നിന്ന് ബൂട്ട് ചെയ്യാം. അതായിരിക്കുമല്ലോ ഫാസ്റ്റ്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് ഓൺ ആക്കുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബയോ സെറ്റപ്പിൽ കയറും. ബയോസിലെ ബൂട്ട് ടാബിനകത്ത് നമുക്ക് ബൂട്ട് ഓപ്ഷൻസ് സെറ്റ് ചെയ്യാം. നമ്മൾ SSD ആണ് ഫസ്റ്റ് വരുന്നതെന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ ഹാർഡ് ഡിസ്ക് കിടന്ന അതേ സ്ഥലത്ത് SSD ഇട്ടത് കൊണ്ട് ബൈ ഡീഫോൾട്ട് അത് തന്നെ ആയിരിക്കും ഫസ്റ്റ്. എന്നാലും ജസ്റ്റ് ചെക്ക് ചെയ്യുക, എന്നിട്ട് സേവ് അടിക്കാം. എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിൻഡോസ് SSD എന്നായിരിക്കും ബൂട്ട് ചെയ്യുന്നത്. നമുക്ക് ബൂട്ട് ടൈമിൻ്റെ വ്യത്യാസത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഇന്ന് സ്ക്രീനിൽ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയ വീഡിയോയ്ക്കുള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ കമൻറ്റ് ബോക്സിൽ ഇടാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.